എന്നും ഈ മെഗാ ഷോ ചെയ്യുന്നുണ്ടല്ലോ. ഈ ഇതുകൊണ്ട് അതായത് മെഗാ ഷോ കാണാൻ ആളുകൾ വരുമോ? അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇരിക്കുമോ? അത്രയും ക്ഷമയുണ്ടോ? ആ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയത് കോവിഡിന് ശേഷമാണോ? പൊതുവെ ഞങ്ങളുടെ ഷോ എല്ലാം കൊച്ചിയിൽ നിന്ന് പോകുന്ന ഷോ എല്ലാം കുറച്ച് ഫാസ്റ്റ് ഷോകളായിരുന്നു. ആ. കോവിഡിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം യൂത്ത് എല്ലാം കുറച്ച് ബാൻഡ് മൂഡിലേക്ക് മാറി. ഗാനമേള എന്ന് പറയുന്ന ഗാനമേളയും മിമിക്രിയും ഒക്കെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു തോന്നൽ യൂത്തിൻ്റെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ തമാശകൾ പോരാ, എന്നാൽ ഇതിലും കുറഞ്ഞ തമാശകൾക്ക് പൊട്ടിച്ചിരിക്കുന്ന യൂത്തിനെയും കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, നമുക്ക് ചിരി തോന്നുന്നില്ല, പക്ഷേ ഇവർ ചിരിച്ച് മറിയുവാണ്. എനിക്ക് എന്നൊക്കെ കാണിക്കുമ്പോൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ചിരിക്കണം. അപ്പം നമ്മൾ ഓർക്ക്, അപ്പോൾ നമ്മൾ കണ്ട സിനിമകളൊക്കെ എന്തൊക്കെ ഗോഡ് ഫാദറും ചിരിച്ച് മറിഞ്ഞ, പക്ഷെ പറയും അത് നിങ്ങൾ വേറെ വൈബാന്നൊക്കെ പറയും. അതൊക്കെ പറയുമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് തമാശക്ക് അത്ര കട്ടിയൊന്നും വേണ്ട, ഇപ്പോൾ അത്ര ഡെപ്ത് വേണ്ട. അവർ ആസ്വദിക്കുന്നുണ്ട് നന്നായിട്ട്. അത്തരത്തിലുള്ള തമാശകൾ, അത്തരത്തിലുള്ള പ്രോഗ്രാം ഡിസൈൻ ചെയ്താൽ നന്നായിട്ട് ഓടാൻ സാധിക്കും. നന്നായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ഞാൻ ഗാനമേള എന്നുള്ള ഇതിനെയൊക്കെ മാറ്റി പതിയെ ബാൻഡായിട്ടും കുറച്ച് മുടിയൊക്കെ ഇട്ട് ആട്ടിയും ഓ എന്നൊക്കെ പറഞ്ഞു തന്നെ പോണ ആ ഇതിലേക്ക്. എന്നാൽ പണ്ടത്തെ പോലെ ശ്രുതി നോക്കുകയോ താളം നോക്കുകയോ ഈണം നോക്കുകയോ ഒന്നും വേണ്ടെന്ന്. അതൊന്നും വേണ്ട. ബീറ്റ് പോവുക, ഇത് പോവുക, ഇതിലിങ്ങനെ നിന്നിങ്ങനെ പൊക്കോളൂ. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരുപാട് വലിയ പെർഫോമേഴ്സ്, വലിയ ഫോളോയിങ് ഉള്ള ആളുകൾ പലരും സ്റ്റേജ് കാണിക്കുന്നത് എന്താ എന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവർ സ്റ്റേജിന് വേണ്ട ബഹുമാനം കൊടുക്കുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്നറിയില്ല. പണ്ട് ആളുകൾ സ്റ്റേജിനെ വന്ദിച്ചിട്ടും ഒക്കെയാണ് ഒരു സ്റ്റേജിലേക്ക് കയറി വന്നിരുന്നത്. ഇന്ന് നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാനാവാത്തതാണ് ചിലതൊക്കെ എങ്കിലും, എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനത്തെ ആളുകളെ സെലിബ്രേറ്റ് ചെയ്യണ കാണുമ്പോൾ വേദന തോന്നാറുണ്ടോ? വേദന തോന്നാറില്ല. കാരണം അവർക്കും ആരാധകരുണ്ട്, അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ എന്താ മാർക്കറ്റ്, ഇപ്പോൾ സിനിമയാണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കുക. ഏതാളുകളുടെ അടുത്ത മാർക്കറ്റ് ചെയ്യണം പോണേ, അവിടെ വേണ്ട സാധനം കൊടുക്കുക. അതിപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും ഇതെല്ലാം ഈ ഫോറിനേഴ്സിൻ്റെ ഷോയൊക്കെ അനുകരിച്ചാണ് ചെയ്യണത്. ഷർട്ട് ഊരിയിട്ടും പാൻറ് ഊരി കളഞ്ഞും ഒക്കെ കാണിക്കണമെന്ന് വെച്ചാൽ ഈ മറ്റ് വിദേശങ്ങളിലുള്ള ഇതൊക്കെ അനുകരിച്ചാണ് ഈ കാണിക്കുന്നതല്ല. അതിനിഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പം എല്ലാവരും ഇതൊക്കെ കണ്ട് ലോകത്തിൻ്റെ മാറ്റം മൊത്തം ഈ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ ചാടി അതിലേക്ക് അടുക്കും. പക്ഷേ ആരാധകരുണ്ട്, അത് വേണം. ഇപ്പം പാര്യവിടെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ശരിക്കും കലയറിയാവുന്ന കലാകാരന്മാരെയും കലാകാരികളെയും വിളിച്ചിട്ട് ഇത്രയും പേയ്മെൻറ്റ് കൊടുക്കില്ല, എന്നാൽ സ്റ്റേജിൽ അലറുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റേജിൽ ചീത്ത വിളിക്കുന്ന ആളുകൾക്ക് ലക്ഷങ്ങളാണ് പേയ്മെൻറ്റുകൾ. ഇത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അവിടെ ഞാൻ ഈ ചോദ്യത്തെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അത് വിഷമം തോന്നാറൊക്കെ ഉണ്ട്, കാണുമ്പോൾ സങ്കടം തോന്നാറൊക്കെ ഉണ്ട്. സ്റ്റേജിൽ നിന്ന് എല്ലാവരും തെറി വിളിക്കുക, നമുക്കൊന്നും അങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തെറി വിളിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ അതും ആ ഒരു വിഭാഗം ആളുകൾ ആസ്വദിക്കാൻ സെലിബ്രിറ്റി ചെയ്യാണ്. അത് ഇപ്പോൾ ഏതൊരു വലിയൊരു മാപ്പിളപ്പാട്ടുകാരൻ പറഞ്ഞ ഞാനിത് പാടിയത് ഇങ്ങനെയാണ്, ഇത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ അത്, പക്ഷേ അതെന്താ ഇപ്പോൾ ഒരാളെ കളിയാക്കി, അപ്പോൾ ഒരുത്തം പാട്ട് പാടി മോശമായിട്ട്, അപ്പം നമ്മൾ പറയും എന്ത് പാട്ടാ പാടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരിഞ്ഞ് പറഞ്ഞ ആൾ അതെന്താ നിനക്ക് മാത്രം പാടിയാൽ മതിയോ, അവനെന്താ പാടണ്ടേ? അങ്ങനത്തെ ഒരു സ്റ്റൈല് ഉണ്ട്. അവനും ജീവിക്കണ്ടേ, അല്ലെ അവനും പെർഫോം ചെയ്യണ്ടേ എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് വരുന്നുണ്ട്. അതായത് ഈ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ കുറേ ആളുകൾ വികലായിട്ടും കൂടി ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുണ്ട്. പക്ഷെ അതിനൊക്കെ ആരാധകരുണ്ടെന്നുള്ളതാണ്. ആരാധകരെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആരാധകരുള്ളൂ. അതിന് വലിയ ഇതായിട്ട് അവരെ മാറിയെന്ന് ചിരിക്കണവരും ഉണ്ട്. ശരിയല്ലേ? മാറിയെന്ന് ചിരിക്കുന്നവരുണ്ട്, ശരിയാണ്. ഇതിനൊക്കെ കാണിക്കുമ്പോൾ ഒരു വിഭാഗം ഓന്ന് കാണിക്കുമ്പോൾ ഒരു വിഭാഗം എൻ്റെ ദൈവമേ ഇവൻ എന്താ കാട്ടിക്കൂട്ടണേന്ന് പറഞ്ഞവരില്ലേ? ഉണ്ട്. മൊത്തം അതാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓർമ്മയിലിരിക്കുന്ന തമാശകളില്ല സിനിമകളിൽ എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട്. ഇപ്പം പണ്ട് നമ്മൾ ഒരു തമാശ എത്രയോ വർഷങ്ങൾ പറയുമ്പോൾ ഇന്ന് തമാശ പടങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന തമാശകൾ ഓർത്തിരിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു കോമഡി റൈറ്റർ എന്നുള്ള രീതിയിൽ, പെർഫോമർ എന്നുള്ള രീതിയിൽ മനോജേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? സിനിമയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, എന്നാലും ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ പറയാലോ, പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറയാലോ. ഈ എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള തമാശകൾ എഴുതി
അത് അത്തരത്തിലുള്ള സിനിമകളില്ലെന്ന് എനിക്ക് തോന്നണേ. അന്ന് ചിരിക്കാൻ പറ്റിയ ഇപ്പോഴത്തെ ജനറേഷന് ചിരിക്കാൻ പറ്റിയ സിനിമകളൊക്കെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു സിനിമ കണ്ടു, നമുക്ക് ചിലപ്പോൾ അത് കുറേ കണ്ടിട്ടുകൊണ്ടാണ് പറ്റാത്തതാവാം, പക്ഷെ അവർക്കിത് പുതുമയാണ്, അവരത് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മോനൊക്കെ പഴയ സിനിമ കൊണ്ട് ശരിക്കും ആസ്വദിച്ചിരിക്കണം, പൊട്ടിച്ചിരിക്കണ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ നല്ല കോമഡി പടം എന്ന് വെച്ചാൽ അധികം അന്നൊക്കെ ഒരുപാട് കുറേ നല്ല സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശ്രമം ഉണ്ടായിരുന്നു, ക്ഷമയുണ്ടായിരുന്നു, ഫാസ്റ്റ് അല്ലായിരുന്നു. കുറച്ച് ഫാസ്റ്റ് കൂടുതലാണോ എന്ന് സംശയമുണ്ട് അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് അത്. അതുകൊണ്ടായിരിക്കും ആസ്വാദനം ഇങ്ങനെ കട്ടക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകണം. ഇപ്പം ഇൻ്റർവ്യൂകളിലെ പോലെ ഇപ്പോൾ കട്ടുകളാവും ഓടുക, ഫുൾ ലെങ്ത്. ഏട്ടനും ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ്. അതെ. അപ്പോൾ ആ ഫുൾ ലെങ്ത് ഇൻ്റർവ്യൂ കാണാൻ ആളുകൾക്ക് എന്താ ക്ഷമയില്ലാത്ത എന്നുള്ള ചോദ്യം തോന്നാറുണ്ട് പലപ്പോഴും. എനിക്ക് തോന്നാറുണ്ട്. ക്ലിപ്പ് കാണുമ്പോൾ അതെന്താ അങ്ങനെ അത്രയും ക്ലിപ്പിലേക്കെല്ലാം പോകുന്നത് അല്ലേ? ഒരു സിനിമ ഉണ്ടാക്കാനോ ഒരു സിനിമ എഴുതാനോ ഉള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഉള്ളിലെപ്പോഴും പെട്ടെന്ന് സിനിമയെക്കുറിച്ചൊന്നും ഒരുപാട് അറിയില്ലെങ്കിലും ആഗ്രഹമുണ്ട്. നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ സ്റ്റേജിൽ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുമ്പോൾ അല്ലല്ലോ, ഒരു 10-30 പേരുടെ ഒരു കൂട്ടായ്മയാണല്ലോ. അപ്പോൾ എല്ലാ സെക്ഷനും ഉണ്ട്. അതിൽ സ്ക്രിപ്റ്റിൻ്റെ സെക്ഷനുണ്ട്, ക്യാമറയുണ്ട്, മ്യൂസിക്കുണ്ട്. എല്ലാവരുമായിട്ടും നല്ലൊരു ഗ്രൂപ്പായിട്ട് ചേരണം, ഒരു സിനിമ ചെയ്യണം എന്ന് മനസ്സിലൊരു ആഗ്രഹം കുറേ നാളായിട്ടുണ്ട്. ഒരു 1.5 വർഷമായിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. 1.5 വർഷമായിട്ട്. അതിന് മുമ്പ് വരെ എനിക്ക് സിനിമ അങ്ങനെയല്ല. ഞാൻ കൂടുതലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റേജുകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഓടി നടന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ശ്രമം നടത്തണം എന്നൊരാഗ്രഹമുണ്ട്. ആയിരങ്ങൾ കടന്നിരിക്കുന്നു സ്റ്റേജ് പെർഫോമൻസുകൾ. ഇപ്പോൾ ഭയങ്കര പാടായിരിക്കും അങ്ങനെ പറയാൻ, എന്നാലും ഞാൻ ചെയ്തതിനൊക്കെ ബലമുണ്ടല്ലോ, ആളുകൾ എന്നെ എത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നി ഒരു സ്റ്റേജ് പറയാൻ പറഞ്ഞു. ഇത് പറയും, അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സ്റ്റേജിൽ ഒരാൾ കോ എന്ന് കാണിച്ചാൽ ഞാൻ മാനസികമായിട്ട് തകർന്നു പോകും. ഒരാൾ അങ്ങനെ കാണിച്ചാൽ ഞാൻ തകർന്നു പോകും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാതെ അവർ, കാരണം ഞാൻ അങ്ങനത്തെ അപ്പോഴും ഞാനത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഷോ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ആ ഒരു കേൾക്കാതിരിക്കാവുന്ന രീതിയിൽ ഞാൻ ഷോ സെറ്റ് ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള ഐറ്റംസുകളെ ഞാൻ ആ ഷോയിൽ ആഡ് ചെയ്യാറുള്ളൂ. ഇന്നും എൻ്റെ സ്റ്റേജ് ഷോകൾക്ക് എപ്പോഴും ഡിമാൻഡുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഞാൻ ആ നാട്ടിൽ പോയി അവതരിപ്പിച്ച് വിജയിപ്പിച്ച് ഞാൻ പോരാറുള്ളൂ. കാരണം ഒരു ഉത്സവമായാലും ഒരു പെരുന്നാളായാലും അവരത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീടാന്തരം കയറി ഇറങ്ങി ആ 10 രൂപയും 100 രൂപയും പിരിച്ച് നമുക്ക് തരുമ്പോൾ അവരുടെ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിന് നമ്മളൊരു വാല്യൂ കൊടുക്കണമെന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയണം. അതുകൊണ്ട് ആ ട്രൂപ്പ് പോകുന്ന പരിപാടികൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുള്ളൂ. ഇന്ന് വരെ അതിനോടുള്ള ആ കടപ്പാടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല.